നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2026 ജൂൺ 1-ാം തീയതിയാണ് നമുക്ക് വ്യാഴത്തിന്റെ മാറ്റം. അതായത് കൊല്ലവർഷം 1201-ാം ആണ്ട് ഇടവമാസം 18-ാം തീയതിയാണ് നമുക്ക് വ്യാഴം മാറുന്നത്. അപ്പോൾ വ്യാഴം വൈകിട്ടാണ് മാറുന്നത്. അപ്പോൾ ആ വ്യാഴത്തിന്റെ മാറ്റം അനുസരിച്ച് നമുക്ക് ഓരോ കൂറുകാർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് വരുന്നത്. അപ്പൊ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാരെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. അതിൽ പെടുന്ന നക്ഷത്രങ്ങളായ മകേരത്തിന്റെ അവസാനത്തെ പാദവും അവസാനത്തിന്റെ അരപാദം നമുക്ക് ഉണ്ട്. പകുതി ഇടവത്തിലും പകുതിയാണ് മിഥുനത്തിലും നിൽക്കുന്നത്. അതും തിരുവാതിരയും പുണർദത്തിന്റെ മുക്കാൽ ഭാഗവും കൂടുന്നതാണ് നമുക്ക് മിഥുനക്കൂറ്. ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് അവർക്ക് രണ്ടിലേക്കാണ് മാറുന്നത്. രണ്ടിലേക്ക് മാറുന്നത് ഏറ്റവും നല്ലൊരു സമയമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് വ്യാഴം രണ്ടിലേക്ക് വരുന്നത് കർക്കിടക രാശിയിലാണ്. ഏറ്റവും ഉച്ച രാശിയിലാണ് വ്യാഴം വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൊടുക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ഇങ്ങനെ മുടക്കായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിവർത്തിക്കാൻ പറ്റും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ബിസിനസ് ആണെങ്കിലും പകുതി ഇടയെത്തിയിട്ട് നിർത്തി പോയിട്ടുണ്ടാവും. ഈ ഒരു പ്രാവശ്യം നമുക്ക് അതിനെ നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനീശ്വരൻ നിൽക്കുന്നത് കർമ്മത്തിലാണ്. അപ്പൊ ആ ഇതിക്ക് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ലോണിനോ വേറെ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുരോഗതിയിലേക്ക് കിട്ടാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ ഈ ജൂൺ മാസം 1-ാം തീയതി മുതൽ നമ്മൾ ഒന്നും കൂടി നമ്മുടെ സാമ്പത്തിക നിലവാരത്തിനെ കുറിച്ച് നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന ലോണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചിട്ടിയുടെ വല്ലതോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കൂടി പോയി ശ്രദ്ധിച്ച് നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആയാലും നിങ്ങൾക്കൊരു വീട് ഗ്രഹത്തിന്റെ പണി മുടങ്ങിക്കിടക്കുന്നതാണെങ്കിലും ഒക്കെ മാറിക്കിട്ടും. കുട്ടികൾക്കാണെങ്കിലും അപ്പൊ ഒരു വിദേശത്തേക്കൊക്കെ പോയിട്ട് അപ്പൊ അതിന്റെ ഒരു ബ്ലോക്ക് ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ ഈ ഒരു പ്രാവശ്യം നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നല്ല പുരോഗതിയും വീട്ടിലാണെങ്കിലും ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം വരാനൊക്കെ നമുക്ക് സാധിക്കും. അതേപോലെ നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങൾക്കും നമുക്ക് ശിവനെ നന്നായിട്ട് ഭജിക്കുകയും ചെയ്യാം. അതായത് കർമ്മത്തിലാണ്. കർമാധിപനായിരിക്കുന്നത് ശനി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ ക്ഷേത്രത്തിന്റെ അധിപൻ വ്യാഴാണ്. അപ്പൊ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമുക്ക് അവിടെ ജോലി നന്നായിട്ട് വരുന്നത്. അതേപോലെ തന്നെ വ്യാഴവും നന്നായിട്ട് പ്രാർത്ഥിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, നമ്മുടെ ഇതിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക. അതുപോലെ ശനിക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ കർമ്മത്തിൽ മാത്രം മുഴുകിയിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ രാവിലെ എണീറ്റാൽ നമുക്ക് എന്തിനൊക്കെ പോകണം എന്നുള്ള കാര്യം കൃത്യനിഷ്ഠമായിട്ട് ഒരു ചിട്ടയായിട്ട് ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം 2026 ജൂൺ മാസം 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് വ്യാഴം കൊണ്ടുവന്ന് തരുന്നത്. അപ്പൊ ഒരു വാക്കുകളൊക്കെ വളരെ നല്ലതാക്കി എടുക്കുക. നമുക്ക് പെട്ടെന്നൊരു ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് വാക്കുകളേക്ക് നന്നായിട്ട് മൃദുവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്ക കാര്യങ്ങൾക്ക് പോകുന്നതും നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുടുംബത്തിലെ ഒരു നല്ല വിവാഹ കാര്യങ്ങളോ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന പല നല്ല കാര്യങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാര് ഈ വ്യാഴത്തിന്റെ മാറ്റം വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ. അതിന് വ്യാഴം നമുക്ക് തരുമ്പോ അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രീതി കൊടുക്കുക, നന്നായിട്ട് സ്മരിക്കുക, ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് അതായത് വ്യാഴമാറ്റ കാലം നമുക്ക് ഏറ്റവും അനുകൂലമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ ഈ വഴിപാടുകളൊക്കെ നന്നായിട്ട് ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. വ്യാഴാഴ്ച ദിവസമെങ്കിലും ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ടെങ്കിലും ചെയ്യുക. ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ഒരു പ്രാവശ്യം നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മിഥുനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്.